നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ. സാധാരണ ബ്രസീലിൻ്റെ കോളപ്പുകൾ വരുമ്പോൾ, അർജൻറ്റീനയുടെ കോളപ്പുകൾ വരുമ്പോൾ, പോർച്ചുഗലിൻ്റെ കോളപ്പുകൾ വരുമ്പോൾ ഒക്കെ നമ്മൾ വിശദമായിട്ട് അത് സ്ക്വാഡ് പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ 26 അംഗ സ്ക്വാഡ് പരിശോധിക്കുകയാണ്. ഇത് മികച്ച സ്ക്വാഡാണോ, വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരുടെ വിശകലനങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വിശകലനമാണിത്. നിങ്ങൾക്കറിയാവുന്ന പോലെ കാർലോ അഞ്ചലോട്ടി ഇന്നലെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബ്രസീൽ വേൾഡ് കപ്പ് നേടുമോ, സാധ്യതയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. തീർച്ചയായിട്ടും ഈ ബ്രസീൽ ടീമിന് വേൾഡ് കപ്പ് നേടാൻ സാധിക്കും. ബ്രസീൽ ഫൈനൽ കളിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നല്ല ടീമുണ്ട്. ഫേവററ്റുകൾ ആരാന്ന് ചോദിച്ചാൽ അതിൽ ഫ്രാൻസ് ഉണ്ട്, ബ്രസീലുണ്ട്, അർജൻറ്റീനയുണ്ട്, സ്പെയിനുണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപിടി ടീമുകളുണ്ട്. പക്ഷേ ഒരു ടീമും പെർഫെക്റ്റ് അല്ല, എന്തും സംഭവിക്കാമെന്ന് കൂടി കോച്ച് പറയുന്നുണ്ട്. തന്നെ കൊണ്ട് കഴിയാവുന്നത്ര പെർഫെക്റ്റാക്കി ബ്രസീൽ സ്ക്വാഡ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കോച്ച് കാർലോ അഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞതും. പക്ഷേ വിമർശനങ്ങൾ ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്. അത് ജാവോ പെഡ്രോയെ ഒഴിവാക്കിയതിനെ കുറിച്ചാണ്. ബെൻഡോയെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഹൂഗോ സൗസയെ ഒഴിവാക്കി 38-കാരനായ വെവേർട്ടിനെ ടീമിലെടുത്തതിനെ കുറിച്ചാണ്. യൂറോപ്പിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആൻഡ്രി സാൻഡോസ് എന്തുകൊണ്ട് സ്ക്വാഡിലേക്ക് എത്തിയില്ല എന്ന് ചോദ്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ കല്ലുകടികൾ, ചോദ്യങ്ങൾ. കൈക്ക് ബ്രൂണോ എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യം ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്നത്. പെഡ്രോ എന്തുകൊണ്ടില്ല? അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ, കുറേ ആബ്സെൻസുകളൊക്കെ ഉണ്ട്. നമ്മളതിനെക്കുറിച്ചൊക്കെ വേറൊരു വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ സ്ക്വാഡ് നോക്കിയാൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ബ്രസീൽ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ തുടങ്ങാം. ആലിസൺ, എഡേഴ്സൺ, വെവേർട്ടൺ, ഇതാണ് സ്ക്വാഡ്. സ്വാഭാവികമായിട്ട് ഇവിടെ മിസ്സിങ് ആവുന്നത് ബെൻഡോ അല്ലെങ്കിൽ ഹ്യൂഗോ സൗസ. എന്തിന് അവരൊഴിവാക്കി പകരം വെവേർട്ടിനെ ഉൾപ്പെടുത്തി? വെവേർട്ടിൻ്റെ പ്രായം 38 വയസ്സാണ്. ബ്രസീലിയൻ ടീമിലേക്ക് പലപ്പോഴും വിളിച്ചിട്ടുള്ള ആളാണ്. 2017 മുതൽ അദ്ദേഹം പല കോളപ്പുകളിലും ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ട്. 2016 ഒളിമ്പിക് മത്സരങ്ങൾ കളിച്ച് ആ ഒരു ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. 2016 ഒളിമ്പിക് ടീം സീനിയർ ടീമല്ല. 2017 മുതൽ സീനിയർ ടീമിൽ പലപ്പോഴായിട്ട് വന്നു പോകുന്ന ആളാണ്. 38 വയസ്സുള്ള താരത്തെ എന്തിനെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ടഫറയിൽ പറഞ്ഞ ഒരു വിശദീകരണം, എക്സ്പീരിയൻസിന് വലിയ പ്രാധാന്യമുണ്ട്. ആലിസൺ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. എഡേഴ്സിന് കഴിഞ്ഞ കോളപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ സ്ക്വാഡിൽ ഉണ്ടാവുക എന്നുള്ളത് കോച്ചിങ് സ്റ്റാഫിനൊരു ബലമാണ്. അതുകൊണ്ടാണ് വെവേർട്ടിനെ എടുത്തതെന്നാണ്. ഏതായാലും ഹ്യൂഗോ സൗസ, ബെൻഡോ തുടങ്ങിയവരെക്കാൾ മികവ് വെവേർട്ടിനുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ നമ്മൾ കണ്ട പോലെ ആലിസൺ അവരുടെ ഗോൾ വല കാക്കും, അല്ലെങ്കിൽ എഡേഴ്സൺ കാക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ആലിസൺ ഇപ്പോഴും നല്ല ഫോമിലൊക്കെ തന്നെയാണ്, പക്ഷേ പരിക്ക് അദ്ദേഹത്തെ വലച്ച് കളഞ്ഞൊരു സീസണാണിത്. സോ ചില നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചോരുന്നു. പ്രത്യേകിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ മികവൊരു ചോദ്യചിഹ്നമാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂഗോ സൗസ എടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ബെൻഡോ അത്ര റിലയബിൾ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എനിവേ, ഓക്കെ എന്ന് പറയാവുന്ന ഒരു സെലക്ഷൻ തന്നെയാണ് ഗോൾ കീപ്പിങ്ങിൽ നടന്നിട്ടുള്ളത്. ഈ തേർഡ് ഗോൾ കീപ്പറുടെ കാര്യത്തിൽ മാത്രമേ ചെറിയ സംശയങ്ങളുള്ളൂ. കാരണം വെവേർട്ടൺ ഇപ്പോൾ അത്ര മോശക്കാരനാണെന്നല്ല. ഗ്രമിയോക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2026 29 കളികൾ അദ്ദേഹം കളിച്ചു, 26 ഗോളുകൾ അദ്ദേഹം കൺസീഡ് ചെയ്ത്, 76 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ 45 സേവുകളും ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് വന്ന ഷോട്ടുകളാണ്. 75%, അദ്ദേഹത്തിന് നേരെ വരുന്ന 75% ബോളുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. 13 ക്ലീൻ ഷീറ്റുകൾ 29 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 9 പെനാൽറ്റികൾ അദ്ദേഹത്തിന് നേരെ വന്നതിൽ 3 അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. അത് ഒക്കെ നോക്കുമ്പോൾ മോശമല്ലാത്തൊരു കോളപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും ഹ്യൂഗോ സൗസയല്ലേ നല്ലത് എന്നുള്ള ചോദ്യമുണ്ട്. ശരി, അപ്പോൾ അതാണ് ഗോൾ കീപ്പിംഗ്. ഒരു ഓക്കെ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുള്ളത്. ഡിഫൻസ് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. എദർ മിലിറ്റാവോക്ക് പരിക്ക് പറ്റിയത് ഒരു തിരിച്ചടിയാണ്. സെൻറ്റർ ബാക്ക് ആണെങ്കിലും അദ്ദേഹത്തെ റൈറ്റ് ബാക്കായിട്ടും കളിപ്പിക്കാൻ കഴിയുമായിരുന്നു.
പക്ഷേ ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസ് എന്നീ 2 കിടിലൻ സെൻറ്റർ ബാക്കുമാരുള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ 2 പേരും കൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. അതായത് ബ്രസീലിൽ വെച്ച് 27-ാം തീയതി ഗ്രഞ്ച കൊമാഡിയിൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ ഈ 2 താരങ്ങളും ഇല്ല. ഒരു പക്ഷേ അവസാനത്തെ വിടവാങ്ങൽ പോലെ നടത്തുന്ന പനാമക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം കളിക്കാനും ഇവരില്ല. അതിനുശേഷമേ ജോയിൻ ചെയ്യുകയുള്ളൂ. എനിവേ ഗബ്രിയൽ മെഗല്ലസ് ആൻഡ് മാർക്കിഞ്ഞോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 താരങ്ങളായിരിക്കും ഈ വേൾഡ് കപ്പിൽ ബ്രസീലിന്. അവർ 2 പേരും സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്, ബ്രമറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രമർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. അതൊരു അത്ഭുതകരമായ ടീമിലെടുപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓക്കെയാണ്. ദെൻ ഇബാനസ് ഇപ്പോൾ കഴിഞ്ഞ ഒരു കുഴപ്പിലൊക്കെയാണ് വീണ്ടും രംഗത്തേക്ക് വരുന്നത്. നേരത്തെ ഇബാനസ് നമുക്കറിയാം ബ്രസീൽ ടീമിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും സൗദിയിലേക്ക് പോയി. അതിനുശേഷം അങ്ങനെ കോളപ്പുകൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അൽ അഹ്ലിയുടെ ഇബാനസിനെ വേൾഡ് കപ്പിനെടുത്തിരിക്കുകയാണ് കോച്ച്. അത് വേണമെങ്കിൽ അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് ആയിട്ടും കളിപ്പിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ചില സംശയങ്ങൾ അത് വേണമായിരുന്നോ എന്നുള്ളതിലുണ്ട്. എന്നാൽ പോലും ഓക്കെയാണ്, ബാക്കപ്പ് എന്ന രൂപത്തിലല്ലേ. അതുപോലെ ലിയോ പെരീര എന്തിന് എന്ന ചോദ്യത്തിന് കോച്ച് വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലിയോ പെരീരയെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതാണ്. നേരത്തെ തീരുമാനിച്ചാണ് അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കണമെന്ന്. മികവുള്ള താരമാണെന്ന് തന്നെ കോച്ച് പറയുന്നു. 2026 ഫ്ലമിംഗോക്ക് വേണ്ടി അദ്ദേഹം കളിച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ 24 കളികൾ അദ്ദേഹം കളിച്ചു, ഒരു ഗോൾ അടിച്ചു. ഡിഫൻഡറല്ലേ, ഗോളിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. 93% പാസിംഗ് ആക്യുറസിയാണ്. അപ്പോൾ ബോൾ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 59% ഡ്യുവൽ എഫിഷ്യൻസി, 99 ടാക്കിളുകൾ നടത്തി, 29 ഇൻ്റർസെപ്ഷൻസ് നടത്തി, 16 ഡിഫെൻസീവ് ആക്ഷൻസ്, 16 167 എന്ന് പറഞ്ഞാൽ 7 ഡിഫെൻസീവ് ആക്ഷൻസ് പെർ മാച്ച് ആവറേജ് വരുന്നുണ്ട്. സോ ഒരു എററും, ഗോളിലേക്ക് വഴിവെക്കുന്ന ഒരു എററും ഈ വർഷം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. സോ നല്ല ചോയ്സ് തന്നെയാണ്. എനിവേ ഇതിലിപ്പം സ്റ്റാർട്ട് ചെയ്യുക ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞസും ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ്. പിന്നെ അവർക്ക് പരിക്ക് പറ്റിയാൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ വിഷയമാണ്. തിയാഗോ സിൽവയെ എടുത്തുകൂടായിരുന്നോ എന്ന് ആരാധകർ ചോദിക്കുന്നത് അവിടെയാണ്. പക്ഷേ 41 വയസ്സുള്ള താരത്തെ ഇപ്പോൾ അങ്ങനെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണ്ട എന്ന് കോച്ച് തീരുമാനിച്ചു. അതിപ്പോൾ ഒരു തെറ്റായ തീരുമാനമല്ല എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും അദ്ദേഹമില്ല. പിന്നെ ഇനി ഡിഫൻസിൻ്റെ 2 പാർശ്വങ്ങളാണ്, ഇടത് വിങ്ങും വലത് വിങ്ങും. ഒരു കാലത്ത് കഫുവും റോബർട്ടോ കാർലോസും അടക്കി ഭരിച്ചിരുന്ന ആ ബ്രസീലിൻ്റെ വിങ് ബാക്ക് പൊസിഷനുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്നതും ആ പൊസിഷനിലാണ് എന്നുള്ളത് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഡഗ്ലസ് സാൻഡോസ് ഇടത് പാർശ്വത്തിൽ, അദ്ദേഹത്തോടൊപ്പം അലക്സാൻഡ്രോയാണ് നമ്മൾ അവിടെ ബാക്കപ്പായിട്ടൊക്കെ പ്രശ്നം. ഇനിയിപ്പോൾ അതല്ല അലക്സാൻഡ്രോയെ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതും കണ്ടറിയണം. സോ ഡഗ്ലസ് സാൻഡോസ്. പിന്നെ മറുഭാഗത്ത് വെസ്ലി, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റോമയുടെ താരമായിട്ടുള്ള വെസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് അവിടെ ഡാനിലോ ഉണ്ട്. ഡാനിലോയുടെ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും കോച്ചുള്ളത്. അപ്പോൾ അതാണ് ഡിഫൻസിൻ്റെ ഒരു കാര്യം. ഇത് സെൻറ്റർ ബാക്കുമാരും ഓക്കെയാണ്, ഒരു പേടിയുമില്ല. വിങ് ബാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയങ്ങളുണ്ട്, ഇപ്പോഴും പറയും. ഇപ്പോൾ കോച്ച് 3 സെൻറ്റർ ബാക്കുമാരെ വെച്ച് അങ്ങനെ ഇറങ്ങുമോ, വിങ് ബാക്കുമാരെ ഒരല്പം മുന്നോട്ട് കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമേഷനൊക്കെ കോച്ച് പരീക്ഷിക്കാം. അതൊക്കെ ആഞ്ചലോട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ പോലും ഈ ഡിഫൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ ഈ വിങ് ബാക്കുമാരുടെ കാര്യത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ. ഇനി നോക്കുക, നമ്മുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡബിൾ പിവോട്ടിട്ട് കളിക്കാനാണ് എന്തായാലും കോച്ച് തീരുമാനിക്കുന്നുണ്ടാവുക. കാസമിറോയുണ്ട്, ബ്രൂണോ ഗുയിമാരസ് ഉണ്ട്. ഇവർ 2 പേരും തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ബ്രൂണോ ഗുയിമാരസ് പരിക്കിൻ്റെ പിടിയിലും പ്രശ്നങ്ങളിലും ഒക്കെ ആയിരുന്നു. എന്നാലും വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ ബ്രൂണോ ഗുയിമാരസ് ഉണ്ട്. പിന്നെ കാസമിറോ എന്ന് പറഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ബ്രസീൽ ടീമിലേക്ക് വീണ്ടും ഇടം പിടിക്കുകയും തൻ്റെ മികച്ച പെർഫോമൻസ് നടത്തുകയും ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിക്കുന്ന കളിക്കാരനാണ്. സോ കാസമിറോ എന്തായാലും ഉണ്ടാവും. സോ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെയും ബ്രസീൽ ടീമിലുണ്ടായിരുന്ന ആളാണ്. ഇതുവരെ ബ്രസീലിന് വേണ്ടി അദ്ദേഹം
വേൾഡ് കപ്പിലും ക്വാളിഫയേഴ്സിലും ഒക്കെ ആയിട്ട് 25 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 18 സ്റ്റാർട്ടറായിട്ടാണ്. 2 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ്. 7 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 88% പാസിംഗ് ആക്യുറസി, അതുപോലെ 61% ലോങ് പാസ് ആക്യുറസി, 102 ഡ്യുവൽസ്, 37 ടാക്കിൾസ്. സോ മോശമല്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നു എന്നർത്ഥം. പിന്നെ കാസിമറോയുടെ കാര്യം ഞാനിങ്ങനെ കണക്കൊന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ടില്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാബിഞ്ഞോയെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് കോച്ച് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഫാബിഞ്ഞോയെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലും ഫാബിഞ്ഞോ വരുന്നു. അപ്പോൾ കാസമിറോക്കൊക്കെ ഒരു പരിക്കോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കളിക്കാരനാണ് ഫാബിഞ്ഞോ. ഫാബിഞ്ഞോ അൽ ഇത്തിഹാദിന് 2025-26 സീസണിൽ 44 മത്സരങ്ങളാണ് കളിച്ചത്. 3 ഗോളും 4 അസിസ്റ്റും. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് ഈ ഗോളും അസിസ്റ്റും വലിയ പ്രാധാന്യമില്ല. 93% പാസിംഗ് ആക്യുറസി, 73% ലോങ് പാസ് ആക്യുറസി, 56% ഡ്യുവൽ സക്സസ്ഫുൾ റേറ്റ് ഉണ്ട്, 88 ടാക്കിളുകൾ, 54 ഇൻ്റർസെപ്ഷൻസ്. സോ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കളിക്കാരൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ ഉള്ളത് ഡാനിലോയാണ്. ഡാനിലോയുടെ കാര്യത്തിൽ അറിയാലോ, കോച്ച് വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കളിക്കാരനാണ് ഡാനിലോ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ സാധ്യതകളുണ്ട്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും ഡാനിലോ ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രസീലിൻ്റെ ഒരു മധ്യനിര എന്ന് പറയുന്നത്. അപ്പം എന്തു പറയുന്നു, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. കാസിമിറോയും ബ്രൂണോ ഗുയിമാറസും അവർ തമ്മിലുള്ള പരസ്പര ധാരണയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ എന്ന് പറയേണ്ടി വരും. ഇനി നമ്പർ 10 ആര്? നമ്പർ 10 അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ. നെയ്മറുണ്ട്. ബ്രസീലിൻ്റെ ആരാധകരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു നെയ്മർ ജൂനിയർ സ്ക്വാഡിലേക്ക് എടുത്തു എന്ന് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുമ്പോൾ. അപ്പോൾ നെയ്മർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്പർ 10 അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ചോയ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മറ്റുമൊക്കെ പരിഗണിച്ച് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അല്ലെങ്കിൽ പിന്നെ ആര് നമ്പർ 10 ഓപ്ഷൻസ്? മാത്യൂസ് കുഞ്ഞയുണ്ട്. ഇപ്പോൾ കുഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുറകോട്ട് വലിഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ കുഞ്ഞെ വേണമെങ്കിൽ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. കൂടാതെ ലൂക്കാസ് പക്വേറ്റയെ സ്ക്വാഡിലേക്ക് എടുത്ത ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 3 പേര് അവിടെ ചോയ്സ് ഉണ്ട് എന്നുള്ളത് കോച്ചിന് വലിയ രൂപത്തിൽ ഗുണകരമാവും. പിന്നെ വിങ്ങുകളാണ്. വിങ്ങുകളിൽ ഇപ്പോൾ എസ്റ്റവായോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചടിയാണ്, ഒരു സംശയം വേണ്ട. വലിയ പ്രതീക്ഷ എസ്റ്റവായോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കോച്ച് കാർലോ ആഞ്ചലോട്ടി. പക്ഷേ സ്റ്റിൽ നോക്കണം, വലത് പാർശ്വത്തിൽ റാഫീഞ്ഞയുണ്ട്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന കരുതണം. പിന്നെ ലൂയിസ് എൻട്രിക്ക് അവൈലബിൾ ആണ്. ബ്രസീലിന് വേണ്ടി കളിച്ചപ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ലൂയിസ് എൻട്രിക്കെ എങ്ങനെ ആരാധകർ മറക്കും. സോ ലൂയിസ് എൻട്രിക്കെ അവിടെ ഉണ്ട്. പിന്നെ റയാനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. അതൊരു മികച്ച മൂവായിരുന്നു കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്, റയാനെ സ്ക്വാഡിലേക്ക് എടുക്കുക എന്നുള്ളത്. സോ ആ ഒരു പൊസിഷൻ കൂടി നോക്കുമ്പോൾ വളരെ മികച്ചതാണ് റൈറ്റ് വിങ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിലോ വിനി ജൂനിയർ ഉണ്ട്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാൾ. ആകെയുള്ള പ്രശ്നം പലപ്പോഴും അദ്ദേഹം ക്ലബിൽ കളിക്കുന്ന അതേ കളി ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അത് ഇത്തവണ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലായതുകൊണ്ട് പരിഹരിക്കപ്പെടും. വേൾഡ് കപ്പിൽ വിനി ജൂനിയർ തൻ്റെ കാലുറപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അദ്ദേഹത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരാന്ന് ചോദിച്ചാൽ ഗബ്രിയൽ മാർട്ടിനെല്ലി അവൈലബിൾ ആണ്. സോ ആ പൊസിഷൻ വേൾഡ് ക്ലാസ് ആണ്. ഇനി ഗോളടിക്കാൻ ആര്? ഗോളടിക്കാൻ ഒന്ന് എൻട്രിക്കിനെ എടുത്തിട്ടുണ്ടെന്നേ. 18 വയസ്സുള്ള പയ്യൻ, 19 വയസ്സുള്ള പയ്യൻ ലിയോണിന് വേണ്ടി കളിക്കുന്നു. 2026 എൻട്രിക്ക് ലിയോണിനും ബ്രസീലിനുമായിട്ട് 22 കളികൾ കളിച്ചിട്ട് 8 ഗോളും 9 അസിസ്റ്റും 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. സോ വളരെ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് അവൻ നടത്താൻ പറ്റും. അവൻ്റെ ഷൂട്ടിംഗ് പവർ വളരെ മികച്ചതാണ്. പിന്നെ ഇപ്പോൾ അവൻ നിരന്തരം ഷൂട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ധൈര്യം കാണിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 71 ഷോട്ടുകൾ അവൻ ഈ പറഞ്ഞ കളികളിൽ ഉതിർത്തു. അതിൽ 35 ഓൺ ടാർഗറ്റേക്കായിരുന്നു. 12 ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 39 കീ പാസുകൾ ഉണ്ടായിരുന്നു. 45 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ ഉണ്ടായിരുന്നു. സോ എൻട്രിക്കിനെ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് കോച്ച് ഉദ്ദേശിച്ചത്. പിന്നെ ഇഗോർ തിയാഗോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീലിയൻ ടീം താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇഗോർ തിയാഗോ മിന്നും ഫോമിലാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗോർ തിയാഗോയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതാണ് ബ്രസീലിൻ്റെ സ്ക്വാഡ്. മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് എടുത്താൽ ഡിഫൻസിലെ വിങ് ബാക്ക്മാരുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. മധ്യനിരയിൽ കാസിമിറോ, ബ്രൂണോ ഗുയിമാറസ് ഓക്കെ, പക്ഷേ അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്ക് ആ നിലവാരം തുടരാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട്. നമ്പർ 10 കാര്യത്തിൽ നെയ്മർ ജൂനിയറുടെ ഫിറ്റ്നസ്സാണ് എന്നെ ആശങ്കയിലാക്കുന്നത്.
ഇനിയിപ്പോൾ നെയ്മർ ഇല്ലെങ്കിൽ ആര് എന്നുള്ള, ഇപ്പോൾ കുഞ്ഞയാണെങ്കിലും പക്കേറ്റ ആണെങ്കിലും അത്ര വലിയ മികവിലേക്ക് പലപ്പോഴും ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ പോകാറില്ല. കുഞ്ഞ കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് കളിക്കാറുണ്ട്. എതിരാളികളിൽ നിന്ന് പന്തെടുക്കാനും മറ്റുമൊക്കെ അധികം എഫേർട്ട് എടുക്കാറുണ്ട്. അത് ഞാൻ കാണാതെ പോകുന്നുമില്ല. വിങ്ങുകൾ വിനിയും റാഫീനിയും കിടുവല്ലേ. അവർക്ക് പരിക്ക് പറ്റിയാൽ മാത്രമാണ് ചെറിയ വിഷയമുള്ളത്. പക്ഷേ വലതുഭാഷത്തിൽ ലൂയിസ് എൻട്രിക്കൊക്കെ മിന്നും ഫോമിൽ കളിക്കുന്നയാളാണ്. ഇടതുഭാഷത്തിലാണെങ്കിൽ മാർട്ടിനെല്ലിയാണ് അവൈലബിൾ. ഇനി മുന്നേറ്റത്തിൽ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ, അതിനായിരുന്നു ബ്രസീലിൻ്റെ സെർച്ചിങ്. എന്തായാലും എൻട്രിക്ക്, ഇഗോർ തിയാഗോ മോശമല്ലാത്ത ചോയ്സുകൾ തന്നെയാണ്. സോ വേൾഡ് കപ്പ് അടിക്കാനുള്ള സ്കോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കലോനി പറഞ്ഞ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായി കളിച്ചുകൊണ്ട് മാത്രം വേൾഡ് കപ്പ് കിട്ടൂല, അതിന് ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരേണ്ടതുണ്ട് എന്ന്, കുറച്ച് ഭാഗ്യമൊക്കെ വേണം. ഏതായാലും ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഈ ടീം വേൾഡ് കപ്പ് അടിക്കൂല എന്നൊന്നും ആരും പറയണ്ട. അതിനുള്ള ധൈര്യമൊന്നും ആരും കാണിക്കേണ്ട. കാരണം അതിനുള്ള ടീമുണ്ട്, ബാക്കി കളിക്കളത്തിലാണ് കാണേണ്ടത്. ഇതൊരു പെർഫെക്റ്റ് ടീമാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ ഉള്ളതുകൊണ്ട് മോശമല്ലാത്ത രൂപത്തിൽ തന്നെ കോച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തതാണ്.